അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കാണ് നമ്മുടെ ഖലീഫ കുട്ടനുമായിട്ടാണ് ഗൈസ്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കാനാണ് ഗൈസ്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് നമ്മൾ റൗണ്ട് അടിച്ച് കളിക്കണം. അല്ല നമ്മൾ പണികളുണ്ടാവണ്ടേ? എന്ത് പണിയാണാ? അത് നമുക്ക് ഒരു ട്രിപ്പ് വിളിക്കൊണ്ടാ നോക്കിയപ്പോഴേക്കും എന്താണ്ടാ ട്രിപ്പ് ട്രിപ്പ് ഓരോന്നോട്ടെ ഞാൻ പറഞ്ഞ എടുക്കെടുക്ക് എവിടെയാന്ന് നോക്കി. ഹലോ എന്തിനാ വന്നാ? എവളോ പോലെ ഒരു ട്രിപ്പ് വേണോല. പോയിക്കോ കിട്ടും. എടാ അതൊന്നുമല്ല, ട്രിപ്പ് ബസ്സും കൊണ്ട് പോവാ. നമുക്ക് ഒരു ലോങ്ങസ്റ്റ് മാപ്പ് പോകാനുള്ള. എന്നാ നമുക്ക് താരം കൊണ്ടുവരാം. എത്ര രൂപ ചോദിക്കണം? എത്ര രൂപ ചേടാണ്? സോറി ഞങ്ങള് എത്ര രൂപ? ഓ അല്ലെങ്കിൽ ഞാൻ കുണ്ടി അടിച്ചാൻ പൊട്ടിച്ച് കുണ്ടി അടിച്ച് കറി വെച്ച് ഞാൻ ഫ്രൈ ചെയ്ത് കുലുക്കി സർബത്താക്കിയാന്. ആ തായ് കട എനിക്കൊരു പാട്ടുണ്ട്, അതൊന്നും താൻ കേട്ടിട്ട് മയങ്ങി വരും. ഓ നീ മറ്റേ ചെക്കനാടി മറ്റേ AV എന്ന് പറയണ, ഞാൻ നിന്റെ സബ്സ്ക്രൈബർ ആണ്ടാ. ലൊക്കേഷൻ ഇട്ടേക്കാം. ലൊക്കേഷൻ ഇട്ടാക്കാന്നാണ് പറഞ്ഞ മാരി. നിന്റെ സബ്സ്ക്രൈബറാ? ഓ പൊളി. അപ്പൊ ഈ നമുക്കിന് നേരെ പോകാം. നമ്മുടെ ഒപ്പം ഇന്ന് സ്പെഷ്യൽ ഒരാളുണ്ട്. ആളെ വരൂ, ഇറങ്ങിപ്പോടാളെ സംസാരിക്കടൂ. എന്താ വേണ്ട ചേട്ടാ? എനിക്ക് തത്തമ്മനാണോ ചേട്ടാ? അരമണിക്കൂറിൽ പിടിച്ചാ ഇവിടെ തത്തമ്മയൊന്നുമില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. സംസാരിച്ചാൽ കൊള്ളാം സിയോൺ. അത് തന്നെ, നമ്മൾ കീറി പൊളിക്കരുത്. ബൈസ് നമുക്ക് എവിടെയാ ലൊക്കേഷൻ? നേരെ പോയിട്ട് റൈറ്റ് ഒന്നും ഇല്ലട്ടോ. പക്ഷേ അത് റൈറ്റ് ആണ്. ലെഫ്റ്റ് റൈറ്റ് ഏതാന്ന് അറിയാൻ പാലുണ്ട്. അത് നേരത്തെ നേരെ പോയിട്ട് റൈറ്റ് എടുത്താൽ ചൂണ്ടിയത് അങ്ങോട്ടാ. അതല്ലേ അയ്യോ പാപ്പാപ്പനടിച്ച് ചേച്ചി കളഞ്ഞേ. അത് സിയാന്റെ സബ്സ്ക്രൈബർ ആയോണ്ടാ. ഏതോ സാറാണെന്ന് തോന്നാ ഞാൻ സംസാരിക്കണ കേട്ടായിരുന്നു. എന്ത് എന്ത് ഡ്രൈവറെ സൂക്ഷിച്ചൊന്നും പോയില്ല. ഡ്രൈവറുടെ പവറായിട്ട് നീ ഒട്ടിക്കണ്ട. നീയാണ് വരാൻ നിന്റെ കുണ്ടി ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് പെട്രോൾ അടിച്ചേക്കാം ഗൈസ്. കൊറേ ലോങ്ങസ്റ്റ് എന്നൊക്കെയാണ് ആള് പറഞ്ഞേക്കണം. 90 കൈയിലുള്ള കൊറേ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞേക്കണം. പൈസ ഉണ്ടോ? എന്ത് എവിടെയാണ്? എവിടെയാണ്? 64 ലിറ്റർ അടിച്ചിട്ടുണ്ട് നമ്മ. ഇനി നമുക്ക് നേരെ പോകാം. ഒരു ആയിരിക്കും ഞാനുണ്ട ചെയ്യാനോടത്തേക്കാ മിഠായി വിശപ്പ് ഇടും. അതെനിക്ക് വേണ്ട നിന്റെ കുണ്ടിക്ക് കത്തിക്കാൻ. എടാ എടുത്ത് ആളെ അവിടെ നിന്ന് തോന്നട്ടാ സിയാനെ നിന്റെ ഫാൻസ് നിൽക്കോണ്ട്. അയ്യോ മഴ പെയ്ത ചേട്ടൻ മഴ. ഓക്കെ മിണ്ടാണ്ടിരുന്നു. അയ്യോ ആൾക്കാർ ബസ് ഒന്നും ചേട്ടാ സേഫ് ലാൻഡ് ആക്കിയതാ ഞാനത്. ഓ നിങ്ങൾ സേഫ് ലാൻഡ് വരാക്കത് ഇവിടെ നിർത്താ. ആ ചേട്ടാ എന്റെ പിള്ളേരെ അരച്ചോളൂ ചേട്ടാ. ഫണ്ണിന് വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഫണ്ണ് കിട്ടും. ഓ ഇങ്ങനെ ഫണ്ണി കയറ്റി പോലീസ് സ്റ്റേഷനിൽ കയറ്റി വിടും അങ്ങോട്ട്. അയ്യോ വേണ്ട ചോദിച്ചില്ലല്ലേ നിന്റെ അടുത്ത്. പിള്ളേരെ കേറി വണ്ടി 2 മിനിറ്റ് കുറച്ചൊരു സ്പീഡോ. അവന്റെ അടുത്ത് കറങ്ങാന്ന് പറയല്ലോ. സീറ്റൊക്കെ 2 മിനിറ്റ് വണ്ടി നിർത്തത്തുള്ളൂ. പെട്ടെന്ന് കേറിക്കോ. എടാ ഇതിനകത്ത് മറ്റേ ചെക്കനുണ്ടല്ലോ മറ്റേ വ്ലോഗ് എടുക്കണേക്കെ. എടാ ഓ ഇത് മറ്റേ ചേട്ടന്റെ വണ്ടിയല്ലേ. എടാ ഏവി സുഖമല്ലേ നിനക്ക്? ഓ എടാ ആ ചെക്കനല്ല ബാക്കാട്ട് പറഞ്ഞിട്ട് എന്നെ കണ്ടവനെ അപ്പ തുടങ്ങും. ചെക്കനാ. ഓ ഇത് മറ്റേവനല്ലേ മറ്റേ ഡ്രൈവിംഗ് അറിയാത്തവൻ.
എടാ എന്താണ്ട് നിനക്ക് ഡ്രൈവിംഗ് അറിയാൻ പാടില്ലെന്നൊക്കെ പറയണേ. ഡോ നിനക്ക് ABC അറിയാവാടാ? പറയടാ ABC അറിയാവാ? നിനക്ക് 1 2 3 അറിയാമോ? അയ്യോ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ, ഞാൻ ചെറുതായിട്ട് പെട്ടോട്ടെ. അയ്യോ എടാ 1 2 3 ആണെങ്കിൽ പറയാ, അറിയാവല്ല. അറിയാൻ പാടാത്തോടെ ബാക്കേക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ ചേട്ടോ. എനിക്ക് ലോഗ് എടുക്കാനുള്ള ചേട്ടാ ആ ഫ്രണ്ട് ഇരുന്നോട്ടെ. എടാ ഇതൊന്നും ക്യാമറ എന്താ അതല്ലേ ഞാൻ വിചാരിച്ച എന്റെ കഴിക്കണ ക്യാമറ ആയിക്കോന്ന്. എന്താ ഫ്രണ്ടിലേക്കുണ്ടോ? എന്തോ ചേട്ടാ? ഫ്രണ്ടിലിരുന്നാലേ എനിക്ക് നിന്നെ പിടിക്കാൻ കിട്ടത്തില്ല. നമുക്ക് ഇച്ചിരി കണ്ടു വേണം അല്ലേ വീഡിയോന്? നമുക്ക് നേരെ പോകാം. അയ്യോ സിയാൻ ആ ചക്കനെ കൊങ്ങ കയറ്റി പിടിച്ച്. അപ്പൊ തന്നെ സാറ് വന്ന് സിയാനെ കൊങ്ങ കയറി പിടിച്ചു. അതുകൊണ്ട് എന്റെ സ്റ്റോപ്പ് ചെയ്തത് കൈസ്. സ്റ്റോപ്പ് ചെയ്തത് കൈസ്. അപ്പൊ നമുക്ക് നേരെ ഇനി കത്തിക്കാണ്ട് പോകാം. നീ ഭയങ്കര കത്തിച്ചോന്ന്. ഭയങ്കരമായിട്ടും കത്തിച്ചു വയ്ക്കാൻ സാറെന്നെ മാത്സ് പഠിപ്പിച്ച് കത്തിച്ചോളി. പോയി ഇംഗ്ലീഷ് അറിയാത്ത നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലേ? പിന്നെ ഞാൻ ഇവിടെ അത് മാത്സാ. സിയാനി തെലുങ്ക് അറിയോ? ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് അപ്പൊ നമുക്ക് നേരെ പോകാം. മിന്നാണിക്കാ നമുക്ക് പോകുമ്പോ സിയാന്റെ പാട്ട് വേണം, വരുമ്പോ പാട്ട് വേണം. പോകുമ്പോ ബോംബെ എന്താണ്ടാ പറയണ? എന്താണ്ടാ ബോംബെ ഈ ബസ്സും കൊണ്ട് പോകാൻ പറ്റൂലടാ. ഇവന്റെ ഒക്കെ ഒരു ആഗ്രഹം അതാ കുതിർത്ത് കൊടുക്കുന്നു. അത് തന്നെ സിയോൻ വളിയിട്ട് പൊടിച്ചോ. സിയോനെ നിഞ്ചാരി പറഞ്ഞേ. അപ്പൊ അത് കേട്ടപ്പോ വങ്ങടന്ന് ഇരിക്കണം. അപ്പൊ നമ്മ ഇനി കട്ടായി പോകുന്നില്ലെങ്കിൽ ഗിയർ കുറക്കാൻ പറ്റൂല, സ്പീഡ് കുറക്കാൻ പറ്റൂല. എന്റെ ഈ ഗോയെ ഒരു കോമഡി പറയണ നീ മിണ്ടാണ്ടിരുന്നു. കോമഡി പോലീസുകാരാ ബൈ ബൈ. എടാ പിള്ളേർക്ക് പാട്ട് പിടിക്കണോ? ഊമര് അതാണ്ടാ ഊമ്പാര് പിടിക്കണോ? പോയി ഇവനെയൊക്കെ എടുത്ത് ജയിലിലിടണം. അയ്യോ നോ പൈനെ പോണ പാവണ എന്നെ കൊല്ലല്ലേണ്ണ. നാഗെ വ്ലോഗ് എടുത്ത് തുടങ്ങിയണ്ണ. ഇച്ചിരി പൈനെ പോണ എന്നാടാ എന്നെ എന്താണ്ടാ പറയണ? നിന്റെ അടുത്ത് പതിയെ പോവാൻ. അയ്യോ നസുറത്തെത്തിയില്ലേ. അയ്യോ പോലീസൊക്കെ വരുന്നു കുട്ട. ഓ ഇവന്റെ സംശയം കേട്ടതിന് ആരായാലും ഞെട്ടിപ്പോകൂല. നിർത്തലാ മാമക്കറിയോ? അക്കുവിന്റെ ഗിരിയൊക്കെ നമുക്കറിയാം. ഹലോ ഗൈസ്. അപ്പൊ നിങ്ങൾ മിണ്ടാടിക്കണം. സിയാൻ വ്ലോഗ് എടുക്കാൻ പോണാണ്. വ്ലോഗ് എടുക്കാൻ എല്ലാം ശ്രദ്ധിച്ചോ. മിണ്ടാണ്ടിരുന്നോ? സിയാന്റെ പാട്ടാണ് വരാൻ പോണ അല്ലേ? സിയാൻ എല്ലാത്തിനും ബോധം കെടുത്തി. ഓക്കെ മിണ്ടാണ്ടിക്ക. അപ്പൊ ഗൈസ് നമ്മുടെ വണ്ടിക്ക് ക്ലച്ച് പിടിച്ചു പോയില്ല. അപ്പൊ ഈ നമുക്ക് ഇനി പയ്യനെ പോകാം. അയ്യോ റിവേഴ്സ് ഓട്ട വണ്ടി. ഗിയർ കൂട്ടാനാ നോക്കിയത്. മിണ്ടാണ്ടിക്കട അവൻ വ്ലോഗ് എടുക്കട്ടെ. നിക്കട്ടെ എന്താണ് പറഞ്ഞ വാക്കാ? ഞാൻ കേട്ടെന്നാ വാക്കെന്ന്. അതാ അതിനോട് എടുത്തു. ഹലോ ഗായ്സ് ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാട്ടാണ്. ഓക്കെ നമ്മളിവിടെ ഉണ്ട്, വേറെ ആരുമില്ല. വേറെ ആരൊക്കെ ഉണ്ട്. രണ്ട് ചെക്കന്മാരുണ്ട്, 3 ചെക്കന്മാരുണ്ട്. പാട്ടോട് ഹലോ 5 ടെസ്റ്റിംഗ് 1 2 3 14 15 16 5 ആ എല്ലാം ഉണ്ട് കേട്ടാ. എന്തൊക്കെയാണ് വണ്ടിയൊക്കെ ഉണ്ട്. മേടിച്ചോളാം പൈസ അത് നീ ഇച്ചിരി പാവങ്ങളല്ലേ. അപ്പൊ ഈ പാവങ്ങൾക്ക് വാങ്ങിച്ചാൽ മതി. വീഡിയോ ഇടാം. ശരി അതിനോട്ട് വ്ലോഗ് എടുത്തു. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കാരണം പോണ്. ഓക്കെ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ അക്കൗണ്ട് പിന്നെ അക്കൗണ്ട് അക്കൗണ്ട് നാസിയുണ്ട്, പിന്നെ ഒരു ചെക്കനുണ്ട്, പിന്നെ ഒരു സാറുണ്ട്, പിന്നെ ഫാനുണ്ട്, പിന്നെ 2-3 ഫാനുണ്ട്, പിന്നെ 6 ഫാനുണ്ട്, 7 ഫാനുണ്ട്.
അതുപോലെ മൈ ടെസ്റ്റിംഗ് 3x65 ഉണ്ട്, 75 ഉണ്ട്, 85 ഉണ്ട്, ചിക്കൻ കുറുമ ഉണ്ട്. വേണമെങ്കിൽ ഓർഡർ ചെയ്തോ. ആ ചിക്കൻ കുറുമ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സിയാന്റെ പാട്ട് ആരംഭിക്കാൻ വേണ്ടി ഗൈസ്. നേരത്തെ പാടാണ്ടിരുന്നത് സിയാന് മടിയായിട്ടാണ് ഗൈസ്. അപ്പൊ ഇനി പാടിക്കോ സിയാനെ, മടിയെല്ലാം പോയില്ലേ? മൈ ടെസ്റ്റ് കഴിഞ്ഞു. മൈ ടെസ്റ്റിംഗ് ചെയ്തോ? മൈ ടെസ്റ്റിംഗ് ചെയ്തോ? അല്ലല്ലോ മൈ ടെസ്റ്റ് പയ്യനെ. ആ ഓക്കെ ഓക്കെ. അതായത് ഹെഡ്ഫോൺ വെക്കാൻ പാടില്ലാത്തതാണ്. ഇത്ര ഇല്ല, ഞാൻ പറയില്ല. അപ്പൊ സിയാന്റെ ഗാനം അങ്ങനെ കഴിഞ്ഞോ? ഇല്ല. എന്നാ ബാക്കിയും കൂടി പാടിക്കോ. ബാക്കി എനിക്ക് അറിയാൻ പാടില്ല. പാട്ട് ബാക്കി എനിക്ക് അറിയാൻ പാടില്ല. ബാക്കി എനിക്ക് അറിയാമെങ്കിൽ ആരെങ്കിലും പറഞ്ഞായോ വല്ല മിന്നാണ്ടിക്കട കുഞ്ഞിച്ചക്ക വീട്ടിലോട്ടാ പോയി. കൊക്ക് പൂമ്പോൾ ആണാണ് ആണാണ് നീ ഒരു എന്നെ മുന്നോ ബാക്കുള്ള കഴി ജീവനാണെന്ന് വെച്ചാൽ ഒരു ഷോപ്പട്ടി ഓർഡർ ചെയ്യണോ? എല്ലാവരും മേടിച്ച്. അല്ല സാറേ, എല്ലാരും ഒരു ഷോപ്പട്ടിക്കകത്ത് ഇടാൻ പറ്റുമോ? ഫ്രീസർ വാങ്ങണ്ടോ? അതിപ്പോ നിന്റെ ഫ്രിഡ്ജിൽ കയറ്റിയാക്കാൻ. ബസ്സില് സിയോൺ അടിച്ചു പറ്റി. എഴുന്നേറ്റ് വാടാ കുരുത്തം കെട്ടവന്, കുരുത്തം കെടാട്ടവന്, കുരുത്തം കെട്ടവന്. കെട്ടുപോയി. അപ്പൊ നമുക്ക് നേരെ കത്തിച്ച് ഹമ്പിലടിച്ച് അയ്യോ അടിച്ച് ബസ് പൊങ്ങി പോകുന്നു. പൈസ് ഇനി നമ്മൾ ഡ്രൈവർ ചേഞ്ച് നടത്തുന്നതാണ്. എനിക്ക് വയ്യ ഓടിക്കാൻ. ഓടിക്കറിയാവോ? എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. ഉറക്കൊന്നും വന്നില്ലേ? ആടാ ഞാൻ അപ്പൊ പറമ്പിൽ എത്തിച്ചേരാ. നീ എന്ത് വിചാരിച്ച 6 മണിക്ക് വീട്ടിൽ എത്താന്ന്? നമ്മ ഇനി അടുത്ത ദിവസം എത്തോള്. എനിക്ക് നാളെ എത്തിയാ മതി. എവിടെയാണ് സ്വർഗത്തിൽ എത്തിയാ പോരെ നിനക്ക്? ഇന്ന് ജാനുവരി മൺഡേ അല്ലേ? ഞാനിപ്പോ കുഴപ്പമുണ്ടാക്കിയില്ലേ? മേടിക്കണ്ട. ഞാനിപ്പോ കുഴപ്പമുണ്ടാക്കിയാണ്ടില്ലാരും. ഡിസംബർ മൺഡേ ഡിസംബറിന്റെ മണ്ടേ ഞാനാണ് ഒട്ടിക്കണം. ആണോ? അയ്യോ ഗൈസ്, എല്ലാരും സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇവനായോണ്ട് പറയാൻ പറ്റില്ല. അല്ല എന്നാടാ വ്ലോഗ് എടുക്കണ മരിച്ചു പോയാ? ഹലോ, വ്ലോഗ് എടുക്കണേ നീ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ഒന്നും പറയില്ലേടാ മിയോടെ. എന്താടാ എടാ ഇവ പാട്ട് പാടിട്ടെ എനിക്ക് പച്ചട തന്നെ യൂട്യൂബ് ചാനൽ വരെ എല്ലാരും അൺസബ് ചെയ്ത് പോയടാ. അതിന്റെ വിഷമം ഞാൻ തീർക്കാനാടാ. എന്താണ് ചെയ്യാനേ? ഒന്നുമില്ല. അവന്റെ യൂട്യൂബ് ചാനൽ ആരാണ് അൺസബ് ചെയ്ത? എല്ലാരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തോ. പേര് പറഞ്ഞെടുത്തോ എന്റെ യൂട്യൂബ് ചാനലിലാ. ആയിരിക്കും പേരാളാ മാമച്ചൻ. അപ്പൊ എല്ലാവരും അവന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പൊളിച്ചു കൊടുക്കണം. മാമച്ചൻ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതന്നെ മറന്നു പോയി കഴിഞ്ഞാൽ അവന്റെ അപ്പം വന്ന് കുഞ്ഞപ്പനാക്കും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ ചോദിച്ചില്ലാന്ന് അറിയണ്ട ആയിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഓണം. ചോദിച്ചില്ലേ? അവന് ചൊറിച്ചിലില്ല, കടിയല്ലുള്ള. ഇതാ 100-110 കഴിഞ്ഞോണ്ട് ഇതാ പോകുന്നു. 148 എടാ അക്കു എന്റെ സൈഡിലൊക്കെ വന്ന് നിന്നോ രണ്ടുപേരും. എന്താണ്? അല്ല ഇവ കൊണ്ട് വണ്ടി കാട്ടിക്കരിക്കാൻ എനിക്കൊന്നും പറ്റില്ല. എടാ സിയാന്റെ ഡോറൊന്ന് തുറക്കൂ. ഡോറ് പറഞ്ഞാൽ ഇപ്പൊ ചാടിയ നീ വല്ല ലോകത്തിലുണ്ടോ?
വീട്ട് ഒന്ന് തുറന്നാലോ ചോദിക്കാൻ അർജന്റ്. പറ്റൂല. ആണാ എനിക്ക് മുള്ളിക്കണം. വായിലോട്ടി കൊടുത്താൽ ഞാനാ ഞാൻ കുഞ്ഞു മുള്ളിത്തരാം. ആ നിന്റെ ബെഡ് എന്നാ ഞാൻ നിന്റെ ബസ് ഒന്ന് നക്കി നിങ്ങൾ കൊണ്ട് നമ്മളെ സുരക്ഷിതമാക്കുക അല്ലെങ്കിൽ ഇവരെന്നെ പെട്ടിക്കകത്താക്കുന്നതാണ് അല്ലേ ചെയ്യാൻ. ആ ഡ്രൈവർ പിന്നെ കാണൂല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഹാൻഡ് ബ്രേക്ക് പിടിച്ചു കൊടുക്കട്ടെ. ഫുൾ സ്പീഡ്. അയ്യോ ഫുൾ സ്പീഡ് ഇവിടെ കണ്ടുകൊണ്ട് ആ എവിടെയാ കാണിക്കണം? എവിടെ എവിടെ ഇവിടെ ഇവിടെ ബോയ്സ് അടുത്ത മാപ്പ് ബോയ്സ് നമ്മതെ മിന്നാണ്ടിക്ക കോഴി കെട്ടവന് കോഴി ഫ്രൈ ചെയ്തവന് പൂവങ്കരി ഗൈസ് നമുക്കൊരു തന്തൂരിനെ പൊരിക്കാനുണ്ട് ഗൈസ്. ഞാൻ ഇവനറിയാണ് നമുക്ക് തന്തൂരി പൊരിച്ചെടുക്കണം ഗൈസ്. നിങ്ങൾ മിണ്ടെടുത്തിട്ടോ മന്തി അടിക്കാനാ? ആ മേടിച്ചാലാ സിയാദല്ലേ മന്തിക്കകത്ത് ഫ്രീ മുട്ട ഉണ്ടാവട്ടോ. അല്ലല്ല നിനക്ക് കഴിക്കാൻ പറ്റൂലെന്നല്ലോ. ശരി എന്ത് സിയോനും കോഴിയല്ലേ? സിയോൻ കോഴിയായിരുന്നു. ഇനി കൊറേ മുട്ട ഇടാറുണ്ടല്ലേ ഇവൻ. എനിക്ക് അറിയാൻ പാടില്ല. സോറി ഞങ്ങളെ വീട്ടിട്ടോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചേട്ടോ. പുതിയ ബസ് ഓട്ടോ പെയിന്റ് അടിച്ച് ഇറക്കിയതുള്ളൂ. ആ പെയിന്റ് അടിച്ചിറക്കിയുള്ളൂ. ഇപ്പൊ ഒരു പഴയ വ്യവസായിട്ടുണ്ട്. അതൊക്കെ നീ കഴുകി സൂക്ഷിക്കാത്തതുകൊണ്ടാണ്. ആണോ? നീ എന്തിനാ മിമിക്രി അതിനെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം. എടാ ആംബുലൻസിലാ. അയ്യോ നൂറെന്ന് വെച്ചപ്പോ ആംബുലൻസിനെ വെട്ടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആംബുലൻസിൽ യോ കയറാത്ത ഭാഗ്യം. വളക്കാണെന്ന് വളക്കാണ്ട് പിന്നെ നീ വന്ന് വളക്കൂ. വണ്ടി ആക്സിലേറ്റർ കാണാനില്ല. ആണോ? ഓടിപ്പോയാലോ അക്കുനൂടെ. അക്കു ഒന്ന് കാണിച്ചല്ലോ വണ്ടിക്കകത്ത് ആക്സിലേറ്റർ. അതാ വണ്ടിക്കകത്തല്ലേ ഇരിക്കണം. ഫോണിന്റെ അടുത്തല്ലേ അതല്ലേ ഇയാളെ വണ്ടി എന്താണ്? വണ്ടി ഗിയർ മാറ്റോ ഒന്ന് പടി. ഗിയർ മാറ്റി വണ്ടിക്ക് ഫ്രണ്ടിലില്ല. പവർ ഉണ്ട് വണ്ടിക്ക്, പേടിക്കണ്ട. ആൾക്കാരടുത്തൊന്ന് ചോദിക്കണം പവർ ഉണ്ടാകും. കുറച്ച് സ്പീഡ് പിള്ളേരെ പവർ ഉണ്ടാ? ഒന്നോ നല്ല പവർ ഉണ്ട് സ്വർഗത്തിൽ പോകാനുള്ള. ഗിയർ അടുത്തോ? നീ മിമിക്രിക്കാരനാണോ? മിമിക്രിക്കാരനാണോ നീ? അയ്യോ അത് നമ്മുടെ വണ്ടിക്ക് ക്ലച്ച് പോയോണ്ടാണ്. ഞാൻ ഓടിക്കാം കുറച്ച് ദൂരം. ഉറക്കമ്മനുണ്ട താരാട്ട് പാടുത്ത അക്കുവിന്റെ താരാട്ട് പാട്ട അക്കു ഉറക്കണം. നമ്മളെ വീഡിയോ കുറെ ലോങ് ആയി തോന്നുന്നുണ്ടാ. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കാണാനായിട്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ പറയേണ്ടാത്തതാണ് അല്ലേ. നിങ്ങൾ കമന്റ് ചെയ്യോ, വ്യൂസ് എന്തെങ്കിലും കമന്റ് ചെയ്തിട്ടോ. വ്യൂസ് പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ വീണ്ടും മോട്ടിവേഷൻ കിട്ടും വീഡിയോ ഇടാൻ. അപ്പം ഞാൻ ഈ പറഞ്ഞെല്ലാം വേറെ യൂട്യൂബ് ചാനലിൽ തട്ടിയെടുത്താണ്. അപ്പൊ കാരണം ഞങ്ങൾ അതിനെ ഇട്ടതാണ്. ശരി പറഞ്ഞതാണ്. എടാ എല്ലാവർക്കും ബിരിയാണി വാങ്ങിച്ചു കൊടുത്താലാ. ഇവിടെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ ആ കുടിച്ചിട്ട് നിന്നോളെ കേട്ടാ. ഇച്ചിരി സീനാണ് അക്കുന് അക്കുന് വിശപ്പ് വന്നില്ലേ. നീ പിന്നെ ഉണ്ടാവൂല കേട്ടോ ഇവിടെ. അക്കു തൊട്ട് താഴാട്ട് സിയോണോ ഉറക്കണം നമുക്ക്. എടാ അക്കു ഇവിടെ താരാട്ട് പാട്ട് ഓഫർ ചെയ്ത് തരുന്നതാണ്. നിക്ക് അക്കു പാട്ട് പാടിക്കോ. പാടിക്കോ. പൊന്നിന്റെ ഉണ്ണിയാ? അയ്യോ അത് കോഴിക്കകത്ത് ഉണ്ടാവണ സാധനല്ലേ മുട്ട. ആ കോഴിക്കകത്ത് മുട്ടയിടും. കോഴി മുട്ടയിടും. കോഴിക്കകത്ത്
അത് കോഴിയുടെ അകത്തുനിന്നല്ലാണ്ട് നീയാണോ മുട്ട ഇടുന്നത്? ആ അതിനകത്തുനിന്നല്ലേ ഉണ്ണി ഇട്ടത്. അല്ല മുട്ടയുടെ ഉള്ളിന്ന് മുട്ടയുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ണി. അതെ കോഴിയുടെ ഉള്ളിൽ നിന്നാണ് മുട്ട വന്നെ. മുട്ടയുടെ ഉള്ളിൽ ആവില്ല. കോഴിയുടെ ഉള്ളിൽ നിന്ന് മുട്ട വന്നി, മുട്ടയുടെ ഉള്ളിൽ നിന്ന് കോഴി വന്നി. അവര് നീയാണോ പ്രസവിക്കണ കോഴി? സിയാന്റെ പുതിയ കണ്ടുപിടുത്തം. സിയാൻ മനുഷ്യ കൊച്ചുങ്ങളല്ല, കോഴീനെ. ആണോ? ഞാൻ പറയാലോ വന്നേ കൊച്ചിന് ഞാൻ പറഞ്ഞുതരാലോ. ഞാൻ പറഞ്ഞുതരാലേ. നിന്നെ താഴ്ത്താറ് ഇട്ട് നോക്കാം. നീ ഫസ്റ്റ് താഴ്ത്തത്തോ പഞ്ഞി ഫസ്റ്റ് താഴ്ത്തത്തോ നോക്കിയാലേ? വേണ്ട. ആ നീ ജയിക്കും. ആ എന്നാ ഓക്കെ. എടാ നമ്മുടെ വീഡിയോ ഇച്ചിരി ഹെൽത്തി കുട്ടൻ വീഡിയോ ആയി പോയിട്ടുണ്ട്. ഡക്കു കുട്ട ഡക്ക്. അയ്യോ ഡക്ക് കുട്ടനല്ല, ഡക്കു കുട്ടൻ. പള്ളത്തിക്കുട്ടനെ. എടാ ഇവിടെ ബിരിയാണി ഇട്ടും ബിരിയാണി. എന്റെ പാർക്കിംഗ് പ്രൊഫഷണൽ പാർക്കിംഗ് ആയിരിക്കും. നിന്നെ പോലെ നേരത്തെ വേണ്ടേല്. ചേച്ചി എടാ പാനിപൂരി കട ജ്യൂസ് കടണോ? ജ്യൂസ് വേണ്ട, ജ്യൂസ് വേണ്ട. ചേട്ടാ രണ്ട് മാംഗോ ജ്യൂസ്. എടോ പോലെ ഇപ്പൊ എടുത്താലോ? ആ ഓക്കെ വെക്കോടുക ചേട്ടാ. വിശന്നിട്ടേ ചേട്ടൻ്റെ കട കൊടക്കാൻ മടിയായിട്ട്. അന്നാ ചേട്ടൻ എന്താ വീട്ടിൽ പോയത്? ചേട്ടന് വീട് ചേർത്തോണ്ട് വീടില്ലാത്തോണ്ട് ഞാൻ ഇത് വെച്ച ജോലിക്ക് കിട്ടിയിട്ട് ജോലി എന്തിനാ കിട്ടിയിരുന്നു? പൈസ ഇടാൻ അല്ല ഞാൻ ഇവിടെ കൈ കെട്ടി നിങ്ങളുടെ സംഭാഷണം കേൾക്കാം. ചേട്ടാ അത് ജ്യൂസ് എടുക്കോ? ഇതായിക്കട്ടെ. ആ മണ്ണന്റെ അടുത്തൊന്നും സംസാരിച്ചിരിക്കല്ലേ. ഞാൻ ഇവിടെ കുനിഞ്ഞിരിക്കാം, ശരിക്കാം. ചേട്ടാ വെക്കന്താ ചേട്ടാ? അല്ലെങ്കിൽ ഞാൻ ചേട്ടന്റെ കട എടുത്ത് തിന്നോ ചേട്ടാ? വെക്കുന്നോ? അല്ലെങ്കിൽ ഞാൻ കട എടുത്ത് ചേട്ടാ കുത്തി പൊടിക്കോട്ടെ കട മരിയോക്ക് പാപ്പ എടുത്തോ. ശരി ആ എടുത്തോ. ആ ചേട്ടാ വെക്കതാ. ഓ കുടിച്ചട്ടെ. അയ്യോ തല ഉള്ളിലാട്ട് കയറിപ്പി. അപ്പൊ ചേട്ടാ വെക്കോട്. നോളെ മോനെ ഒരു കപ്പി ജ്യൂസ്. എന്താ ചേട്ടാ ഓണത്തിന് നമ്മളെങ്ങനെ മുക്കിക്കളയണോല്ലേ? ഓക്കെ ചേട്ടാ തന്റെ അപ്പിൽ അതന്നെ വെച്ചേക്ക്. കടച്ചിരി കൊള്ളൂല അതോടെ ഹോൺ അടിക്കണം. അപ്പൊ അവൻ അടിച്ചാൽ അല്ല വണ്ടിക്കത് റിവേഴ്സ് ഇല്ല. ആ ഓക്കെ അവന് ഹോൺ അടി കഴിഞ്ഞു. എവിടെ പോയി? ഓക്കെ ഗൈസ് നമുക്ക് പുതിയ എക്സ്പെരിമെന്റ് ആട്ടെ. എക്സ്പെരിമെന്റ് നടത്താം നമുക്ക് ഇവിടെ. എന്തിനാ ട്രെയിൻ വരിക? അതെ അത് കഴിയുമ്പോ തന്നെ നിങ്ങൾ ആ ഡോർ പൂട്ടട്ടെ ഗൈസ്. അയ്യോ ഡോർ അങ്ങനെ നോക്കാൻ ഗൈസ്. ഇനി എല്ലാവരും സ്വർഗത്തിൽ എടുത്തു. ചത്ത എല്ലാരും ചത്ത. അമ്മ രക്ഷോട്ട് ബാക്കിൽ പോയിരുന്നോണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇച്ചിരി കൂടി കയറ്റി വെച്ചാൽ ഞാൻ ഇറങ്ങി എവിടെ ഇറങ്ങിയതേ ആരുമില്ല. ഓ ഗൈസ് ഇനിയെങ്കിലും അമ്മ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. എനിക്ക് സമാധാനമായിട്ടോ നീയൊക്കെ എണ്ണ സത്ത് ഉണക്കിഴങ്ങി അണ്ടോരെ കയറ്റിടുന്നു. വീണ്ടും ബാക്കി പോയി ഇച്ചിരി കൂടി വണ്ടി കയറ്റിരുന്നോലെ. ചില്ല് പൊട്ടിക്കാൻ പോണേടാ ബിയോണെ. നീട്ടായിട്ടും പോയാ ഞാൻ ചില്ല് പൊട്ടിക്കും. അയ്യോ ഗൈസ് വെക്കോ ചാടി ഇറങ്ങോട്ടെ. ഈ പണിയാണ്. ഓക്കെ ആണാ കൊള്ളാടാ. ആ ചുറ്റി എന്റെ അതിലേക്ക് കണ്ടാണവാ. ചുറ്റിയ മൂഞ്ചല്ലേ അതെന്റെ ഡ്രസ്സിന്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞല്ലേ അല്ലാണ്ട് സർവത്തിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബൈദ ഞാൻ സർവത്തിൽ പോയിട്ടെ. എന്റെ പൊന്നു ദൈവമേ ഇവന്മാരൊന്ന് വെക്ക വാങ്ങാട്ട് എടുക്കണേ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവൂല. നിന്നെയൊക്കെ നീ ചാടി വേണ്ട. ഇവിടെ എവിടെയെങ്കിലും കൊക്കയാണെങ്കിൽ വെക്കാൻ പറയേണ്ടതാണ് കേട്ടോ. അക്കു കുക്കു അതെ വേണ്ട. ഇനിയിപ്പോ ഈ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചാ വീണ്ടും മുങ്ങിപ്പോയില്ലേ ദൈവമേ.
നമുക്ക് ഇനി ഈ പ്രാവശ്യം ഇങ്ങനെ നോക്കാം. ആ ഒളി അല്ലേ ഞാൻ ഇറങ്ങാൻ പോണ ഇറങ്ങി ഇറങ്ങി ആ ലോക്ക് പൂട്ടി ലോക്ക് ഇട്ട് വെച്ചേക്കണേ. അത് ഞാൻ ഇറങ്ങി ഞാൻ കൈ വെച്ച് കുത്തോളാം. ബസ്സിനകത്ത് ചില്ലുണ്ടായിരുന്നു. എന്നിട്ട് നീ നോക്ക് ഡ്രൈവർ നേരെ ഓടിച്ചോ. ഇല്ലടാ ഇവിടെ ആരും ഇല്ലടാ. നേരെ ഓടിച്ചോ. ബസ് അയ്യോ ഇറങ്ങട്ടാ. അയ്യോ സിയാനെ ഡോറാക്കടാ. അയ്യോ ഇല്ലടാ. അയ്യോ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ തോന്നട്ടെ ഞാൻ വിളിച്ചു കയറ്റിയാക്കണം. വലിയ വണ്ടിയിലൊക്കെ ആയിക്കളഞ്ഞേ. നമുക്കൊന്നും കൂടെ നിർത്തിക്കളഞ്ഞ ഞാൻ ഇറങ്ങൂതേ കണ്ടോളാ. ഞാൻ ഇറങ്ങി ഉപ്പ എങ്ങനെയെങ്കിലും ഇവന്മാരെ പറ്റിച്ചിറങ്ങിക്കളയണം. അല്ലെങ്കിൽ കൈവിട്. ഇല്ല കൈവിട്ട ഞാൻ കോലി വിട്ടായി വാങ്ങിച്ചാലട്ടാ. പക്ഷെ കോലി വിട്ടായി ഞാൻ ചെല്ലട്ടാ. ഓക്കെ ഇന്നത്തെ വീഡിയോ പോയിന്റ് ഒരു ട്രെയിൻ പോട്ടെ. ഒരു ട്രെയിൻ പോനെ. അപ്പൊ ട്രെയിൻ അവൻ ചാടി ഇറങ്ങി. എന്നാ ഞാൻ ട്രെയിനിന്റെ പുറകെ അങ്ങാട്ടോളാം. അയ്യോ ഞാൻ പറഞ്ഞ അപ്പൊ നമുക്കിനി നേരെ വിടാം. അല്ലെങ്കിൽ ശരിയാവൂല. അപ്പൊ നടക്കുന്ന വീഡിയോ അതിന്റെ ചെയ്യാം. വീഡിയോ അതിന്റെ ചെയ്യാം. കുറേ മിനിറ്റ് ആയി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മ ഇവിടെ അതിന്റെ പേയാണ്. 3:31 മിണ്ടാണ്ടിക്കാ. അപ്പൊ നമ്മ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവരെ ഡ്രോപ്പ് അല്ലല്ലോ. ഇനിയും കുറെ പോകാനുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ ഞങ്ങൾക്ക് ബോറടിക്കൂല. അത് കാരണം വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ബൈ.